ഹായ് ഫ്രണ്ട്സ്, നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോട്ടെന്നൊരു ആലോചന വരികയാണ്. എന്ത് മാർക്കറ്റാണ് ഇത്? സോ എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാർക്കറ്റ് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വൃത്തികെട്ട മാർക്കറ്റാണ്. എത്ര ദിവസമായി നിങ്ങൾ നോക്കുമ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ കിടന്ന് കളിക്കണമെന്ന് ഒരു അനക്കവും പോലും മാർക്കറ്റ് തരാതെ ഈ ഭാഗത്തിൻ്റെ അവിടെ കിടന്ന് മാർക്കറ്റ് കളിക്കുന്ന നിങ്ങൾ ഒരു നിഫ്റ്റിക്ക് എന്ത് സംഭവിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ബ്രേക്ക് ചെയ്തു, ഡേഞ്ചറസ് ക്ലോസിംഗ് ആയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ളിയാഴ്ച തന്നത്. ഇന്നലെ 3 ദിവസം കൊണ്ട് അത് കയറി തിരിച്ചു വന്നു. ഇന്ന് എക്സ്പയറിക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചു, ഒരു മൂവ്മെൻറ്റും എക്സ്പയറിക്ക് തന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ കൊള്ളാത്തൊരു മാർക്കറ്റ് എന്ന രീതിയിലേക്ക് നിഫ്റ്റി കൃത്യമായിട്ട് പോവുകയാണ്. 23,100-നും 23,400-നും ഇടയ്ക്കുള്ള ഏരിയ തന്നെ കിടന്ന് കളിക്കുക. ഒരു ദിവസം അതിന് മുകളിൽ പോയി, ഒരു ദിവസം അതിന് താഴേക്ക് വന്നതെന്നല്ലാതെ സ്റ്റിൽ വി ആർ ഇൻ എ ലാർജ് ബാലൻസിലാണ് നിഫ്റ്റി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ലാർജ് ബാലൻസ് വന്നതായതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലും വലിയ രീതിയിൽ ഒരു 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 ബേസിക് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും നിഫ്റ്റി തന്നിട്ടില്ലായിരുന്നു. ഇന്ന് വൈകിട്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇന്ന് വൈകിട്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. പിന്നെ വൈകിട്ട് സമയത്ത് നമ്മുടെ ഈ ഓയിലിൻ്റെ ഇൻവെൻട്രിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു വല്ലാത്തൊരു നെഗറ്റീവായിട്ടുള്ള മൊമെൻറ്റും ഇല്ല, പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റും ഇല്ലാത്ത രീതിയിലേക്കാണ് നിഫ്റ്റി ഉള്ളത്. ന്യൂസ് ആകപ്പെട്ടുള്ളത് വൈകിട്ട് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ഉണ്ട്, കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിമും, കോർ റീറ്റെയിൽ സെയിൽസും മാത്രമേ ഉള്ളൂ അമേരിക്കൻ മാർക്കറ്റ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഡേറ്റാസൊക്കെ നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് വന്ന ജപ്പാൻ്റെ ഡേറ്റയൊക്കെ ഇന്ന് മോർണിംഗിൽ അതൊക്കെ കുറച്ച് പോസിറ്റീവ് രീതിയാണെങ്കിൽ കൂടെ വലിയൊരു മാറ്റമൊന്നും മാർക്കറ്റിൽ പ്രതീക്ഷിച്ചില്ല. ഇന്നലെ തന്ന HDFC ബാങ്ക് റിസൾട്ട്, HDFC ബാങ്ക് ഗ്യാപ്പ് അപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചു. HDFC ബാങ്ക് മൈനസിൽ ഓൾമോസ്റ്റ് ഇറങ്ങി ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ട്രേഡ് കിട്ടിയിട്ട്, മര്യാദയ്ക്ക് ട്രേഡ് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. നല്ല രീതിയിലുള്ള ട്രേഡ്, നമ്മൾ പറയില്ലേ, വൃത്തിയോടെ നമ്മൾ ഇഷ്ടത്തോടു കൂടി ആഹാരം കഴിച്ച് നമുക്കൊരു തൃപ്തി വരുന്ന രീതിയിൽ ആ ഫുഡ് കഴിച്ചിട്ട് കുറേ ദിവസമായെന്ന് പറയുന്ന പോലെ, ഇന്നാണ് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് പറയുന്ന പോലെ ഒരു ട്രേഡ് അങ്ങനെ കിട്ടിയിട്ട് ദിവസങ്ങളായി. ചിലപ്പോഴൊക്കെ തോന്നും നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോയിട്ടോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വലിയ രീതിയിലുള്ള ആലോചന വരും. എന്നാൽ അത് തിരിച്ച് മാർക്കറ്റ് നമ്മളെ തിരിച്ച് വീണ്ടും ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങുന്ന പോലെ തിരിച്ച് വീണ്ടും മാർക്കറ്റിലേക്ക് തന്നെ വരാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ന് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പ്രകാരം, ലെവൽ പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഒരു റേഞ്ചാണ്, ഒരു സീസൈഡ് എക്സ്റ്റൻഷൻ വന്നു ആശാൻ. ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഒരു FA തന്നു. ആ FA ടാർഗറ്റ് തന്നതിന് ശേഷം തിരിച്ച് കയറി അതെന്ത് ചെയ്തു, ബാങ്ക് നിഫ്റ്റി നെഗേറ്റ് ചെയ്തു. ഇന്ന് കൃത്യമായി പറയണമെങ്കിൽ നോർമൽ ഡേ ആണ്, വേരിയേഷൻ അപ്പ് പോലും വന്ന് ടാർഗറ്റ് പോലും തന്നിട്ടില്ല ബാങ്ക് നിഫ്റ്റി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ റേഞ്ചിനെ ഒന്ന് കട്ട് ചെയ്യാൻ പോകും. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ റേഞ്ചിനെ ഒന്ന് ഇതാക്കണത്. നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മാർക്കറ്റ് എവിടെ കിടന്ന് കളിക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റേഞ്ചിനെ ഒന്ന് കട്ട് ചെയ്യണത്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ആ റേഞ്ച് കട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ ഈ ആശാൻ എവിടെ കിടന്ന് കളിക്കണം. അപ്പോൾ ഞാൻ മെർജ് ചെയ്ത് കാണിച്ചു തരാം. സോ പ്യുവർലി പറയുകയാണെങ്കിൽ 48,000-നും 49,800-നും ഇടയ്ക്ക് കിടന്നാണ് ബാങ്ക് നിഫ്റ്റി കളിക്കുന്നത്. നിഫ്റ്റിയും 23,100-നും 23,400-നും ഇടയ്ക്കാണ് നിഫ്റ്റിയും കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരിടത്തും ബാങ്ക് നിഫ്റ്റിയും പോകുന്നില്ല, നിഫ്റ്റിയും പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പ്യുവർലി ഒരു റേഞ്ചാണ്. ശ്രദ്ധിച്ചായിരുന്നല്ലോ? അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലാർജ് റേഞ്ച് ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണ് ഫ്രം ഏതാണ് ഏത് ദിവസം തൊട്ട്, ചുരുക്കി പറഞ്ഞാൽ ഒരു 10-12 ദിവസമായിട്ട്. ഈ മന്ത് തുടങ്ങിയതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നിട്ടില്ല. അങ്ങോട്ട് 800 പോയിന്റ് 700 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഇൻ എ ലാർജ് റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി നീങ്ങുന്നത്. 49,700 റേഞ്ചിലും ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 9-1, അതായത് 9-ാം ദിവസം വന്നതിന് ശേഷം ബാക്കിയുള്ള ദിവസം തൊട്ട് ഇതുവരെ ബാങ്ക് നിഫ്റ്റി പ്യുവർലി പറഞ്ഞ് ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയാണ്. ഈ റേഞ്ച് ബ്രേക്ക് ആവുമെന്ന് ചോദിച്ചാൽ ഈവൻ ഈ 48,000 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെ വരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ 48,510-നും 49,250 ഇടയ്ക്കുള്ള ലാർജ് ബാലൻസിൽ POC വന്ന് 48,720 ഭാഗത്ത് കിടന്നാണ് കളിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരിടത്തും പോകുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലെവലൊക്കെ ഒന്ന് മാർക്കറ്റിൽ വരയ്ക്കാം. വേറെ ഒന്നും വേണ്ടില്ല,
ഒരേ റേഞ്ച് കിടന്ന് കളിക്കുന്നുണ്ട്, റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പറയുന്നത് 48,720 എൻ്റെ റേഞ്ചിൻ്റെ POC. ഞാനത് മാർക്ക് വയ്ക്കണേ. ഇനി മിക്കവാറും മൂവ്മെൻറ്റ് വരണം, മിക്കവാറും ബഡ്ജറ്റിന് ശേഷം ആദ്യത്തെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരണം ചാൻസ് കൂടുതൽ. ഇപ്പോൾ 40,720 ആണ് എന്നെ സംബന്ധിച്ചുള്ള 720 അല്ലേ, 720 ആണ് നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ച് POC എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസം റേഞ്ചാണ്. ഇപ്പം ഫ്രം 9 Jan. ഓക്കെ, ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അപ്പം റേഞ്ച് POC എത്രയാണ്? 9th Jan വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് POC. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ഓർത്തോ, 49,600 മുകളിൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ഡിസിസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലുള്ളൂ. അപ്പോൾ എത്രയാണ്? 49,600 മുകളിൽ മാത്രമേ. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് 49,600 അതിന് മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കാരണം വേറൊന്നുമല്ല, ഇല്ല എങ്കിൽ ഈ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ച് നമ്മുടെ ക്ഷമയും പരീക്ഷിച്ച് ഒരു ട്രേഡും കിട്ടാതെ നിൽക്കും. 49,600 മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോവാം? 49,810 അതിന് മുകളിൽ 49,810 49,810 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് R1ൻ്റെ ഭാഗം അതാണ്. R1 അതായിരിക്കും. അതിന് മുകളിൽ R2 എന്ന് പറയുമ്പം എവിടെയാണ്? R2 എന്ന് പറയുമ്പം നേരെ 50,119. ക്ലിയർ ആവുന്നല്ലോ? 49 50,000 49,810 49,953 49 എത്രയാണ്? 49,953. R2 എന്ന് പറയുമ്പം 49,953. അതിന് മുകളിൽ എത്ര അടുത്ത വരും? അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പം 50,220 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ, 50,155 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ. അതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള വോളിയൊന്നും മാർക്കറ്റിലില്ല. അപ്പം ഇതായിരിക്കും എന്നെ സംബന്ധിച്ച് ഇനി ഈ വരാൻ പോകുന്ന ഒരു മൂവ്മെൻറ്റ്. അതായത് ഒരു കൃത്യമായി നിങ്ങൾ മനസ്സിൽ ഓർത്തുള്ളൂ എന്താണ്? 49,600 മുകളിൽ മാത്രമേ വാങ്ങിച്ചാൽ മതി. ഒരു കാര്യം ഓർത്തോളുക. പിന്നെ ഒരു കാര്യം ഓർത്തോളുക, സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 48,510 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ. എത്രയാണ്? 40 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ക്ലിയറായി പറയുകയാണെങ്കിൽ 48,500 താഴെ മാത്രമേ താഴെ മാത്രമേ സെല്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നേരെ പറയുകയാണെങ്കിൽ 48,500 താഴെ 48,378 48,378 ഫസ്റ്റ്. എത്രയാണ്? 48,378 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതിന് താഴെ S1 അതായിരിക്കും. അതിന് താഴെ S2 എന്ന് പറഞ്ഞാൽ ഒരു 48,000 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം. ഇതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ സെല്ലിംഗ് ഒന്നും ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എത്രയാണ്? നമ്മൾ S2 എന്ന് പറയുമ്പം ഒരു 48,000 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിലേക്ക് ചുരുക്കി പറഞ്ഞ് നിങ്ങൾ ഓർത്തോളുക. മാർക്കറ്റ് ഈ ഒരു 48,500-നും 49,600 എന്ന് പറഞ്ഞ ഈ ഒരു 1,100 പോയിന്റ് കിടന്നാണ് ബാങ്ക് നിഫ്റ്റി കളിക്കുന്നത്. സോ അതിന് അത് കൃത്യം പറഞ്ഞാൽ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ഒരു രീതിയാണ്. അടുത്ത ആഴ്ചത്തെ ഓപ്ഷൻസിലൊക്കെ നല്ല രീതിയിൽ റൈറ്റിംഗ് കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മൊമെൻറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇനി കിട്ടണമെങ്കിൽ ദൈവഭാഗ്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയാൽ എടുക്കാം, ഇല്ല എങ്കിൽ മാർക്കറ്റ് റേഞ്ചിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആണെങ്കിൽ വളരെയധികം കൂടുതൽ. ഇന്നത്തെ ഡേറ്റയിൽ നമുക്ക് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നാളെ തന്നിട്ടില്ല എങ്കിൽ ബഡ്ജറ്റ് വരെ മാർക്കറ്റ് ഇങ്ങനെ തന്നെ പോകാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. നമുക്കിനി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഞാൻ പറഞ്ഞു, നിഫ്റ്റിയും ഒരേ റേഞ്ചിൽ തന്നെ കിടന്ന് ബാങ്ക് നിഫ്റ്റി എപ്പോഴത്തെ നിഫ്റ്റിയും പോകുന്ന ഒരേ റേഞ്ചിലാണ്. സോ ഒരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം കൂടെ റേഞ്ചിനെ ബാലൻസ് ആക്കാൻ പോകും. എത്രയാണ്? ഈ റേഞ്ച് എല്ലാം കൂടെ ഞാനങ്ങ് മെർജ് ചെയ്യാൻ പോകുന്നു. വേറെ ഒന്നും വേണ്ടിയിട്ടില്ല, മാർക്കറ്റിലൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ ചുമ്മാ എടുത്തിട്ട് വെച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അതുമില്ല. അപ്പോൾ ഞാൻ ഈ റേഞ്ച് എല്ലാം ഒന്ന് മെർജ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 23,343 ഇടയ്ക്കും 23,156 ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്ത് തന്നെ കിടന്ന് നിഫ്റ്റിയും കളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് മാർക്കറ്റ്? ഇതേ ഏരിയ 23,350-നും
23,150 എന്ന് പറഞ്ഞാൽ 200 പോയിന്റിനകത്ത് കിടന്നാണ് യവനും കളിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റമൊന്നും തരാനുള്ള ഒരു മാർഗ്ഗമൊന്നും മാർക്കറ്റ് തരുന്നില്ല. സോ ആ ഒരു റേഞ്ച് പൊട്ടുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് നല്ല രീതിയിലുള്ള സെല്ലിങ് വരാനുള്ള ചാൻസേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, അതിന് മുകളിലാണെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം, ഇല്ല എങ്കിൽ മൂവ് ചെയ്യാതിരിക്കാം. ഇത് വ്യക്തമായി ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്നാണ് മാർക്കറ്റും കളിക്കുന്നത്. അപ്പോൾ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. കൃത്യമായി പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,408, അതിന് മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചു. എത്രയാണ്? 23,408 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ചിന്തിച്ചാൽ മതി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർത്തുള്ളൂ, എത്രയാണ്? 23,408 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിന് മുകളിൽ മാത്രമേ നിഫ്റ്റിയിലൊരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ. ഇപ്പോൾ ബുള്ളിഷ് റെഫറൻസ് എത്രയാണ്? 23,408. അതാണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയിലെ ബുള്ളിഷ് റെഫറൻസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ബുള്ളിഷ് റെഫറൻസ് ഇതാണ്. കൃത്യമായി പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 23,408. നിങ്ങൾക്ക് പറയും ബോറടിക്കുന്നത്, ഞാൻ കൊച്ചിൻ്റെ പടം വെച്ച് ബോർഡ് വെച്ചേക്കുന്നത് നമുക്ക് നല്ല എനിക്ക് പറയുന്നത് തന്നെ ബോറടിച്ചാണ് പറയണം. കാരണം മാർക്കറ്റ് കയറുന്നില്ല, 23,408 നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 23,074. അതിന് താഴെ മാത്രമേ സെല്ല് കുറച്ച് ക്ലോസിംഗ് ചിന്തിച്ചാൽ മതി. 23,074 ബെയറിഷ് റെഫറൻസ്. ഇതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ട്രേഡ് ചെയ്യാനേ വരാൻ പാടില്ല, വേറെ എല്ലാ പണിക്കും പൊക്കോ എന്ന് പറയും പോലെ ഈ ഒരു റേഞ്ചിൽ കിടന്നാണ് ബെയറിഷ് റെഫറൻസ് കിടന്ന് കളിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ പി യു സി എന്ന് പറഞ്ഞാൽ 23,269. കൃത്യമായിട്ട് പറഞ്ഞാൽ 23,269 ഭാഗത്തല്ലേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 23,269 നമ്മുടെ റേഞ്ച് പി ഒ സി. റേഞ്ച് പി ഒ സി എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. കൃത്യമായിട്ട് പറഞ്ഞു, ഈ പി ഒ സിക്ക് മുകളിൽ മാത്രം ഈ പി ഒ സി ഈ ഒരു ഇത്രയും ഭാഗത്ത് കിടന്നാണ് മാർക്കറ്റ് കളിക്കുന്നത്. സോ 408 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 497 ഫസ്റ്റ് എത്രയാണ്? 23,601 എന്ന് പറയുമ്പോൾ 23,497 എന്ന് പറഞ്ഞ R1 ഭാഗത്തേക്കും പോവാം. അതിന് മുകളിൽ R2 എന്ന് പറയുമ്പോൾ ഈ പി ഒ സി 584 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്കും പോകാം. അതിനപ്പുറത്തേക്കുള്ള മൂവ്മെൻറ്റ് വരണമെങ്കിൽ മാർക്കറ്റ് എന്തെങ്കിലും വലിയൊരു പ്രീ ബജറ്റ് റാലിയൊക്കെ വരണം. അതിനുള്ള വോളിയില്ല, പഴയ പോലെ അല്ല. ഈ സെബിയിലെ പുതിയ ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് വോളിയൊക്കെ ഒട്ടുമില്ല പൊതുവെ. സോ ഇതായിരിക്കും മുകളിലോട്ടുള്ള എൻ്റെ ഒരു മൂവ്മെൻറ്റ്. അപ്പം ആ 408 മുകളിൽ 497, 584. ഇനി 23,074 പൊട്ടി വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണെന്ന് വെച്ചാൽ 23,007. ഫസ്റ്റ് ടാർഗറ്റ് 23,007. 23,000 S1 എന്ന് പറയുമ്പോൾ 23,007 ആണ്. 23,007 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാം ഫസ്റ്റ്, അല്ലെങ്കിൽ 23,000 വയ്ക്കാം. നമുക്ക് ആ ഒരു 23,000 റൗണ്ട് നമ്പർ തന്നെ വെച്ചേക്കാം. കാരണം അത് നമ്മുടെ ഒരു എന്തുവാണ് എൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ അതിന് താഴെ 23 താഴെ അടുത്ത പറഞ്ഞത് 22,933. എത്ര? 22,933. 22,933 എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്ക്, ഇതിനപ്പുറത്തേക്കുള്ള ഒരു S2 എന്ന് പറഞ്ഞാൽ അതായിരിക്കും S2. അതിന് താഴെ വരികയാണെങ്കിൽ ഈ പി ഒ സി 23,845. 23,845. സോറി 22 S3 എന്ന് പറയുമ്പോൾ 22,845 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും വരാൻ ഞാനൊരു പ്രതീക്ഷ വയ്ക്കുന്നില്ല. വേണമെങ്കിൽ 408 ഭാഗത്തേക്ക് പോവാം, ഇല്ല എങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും മാർക്കറ്റിൽ കാണുന്നത്. വലിയൊരു മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു മാർക്കറ്റൊന്നും അല്ല വരാൻ പോകുന്നത്. സോ മിക്കവാറും അടുത്ത ആഴ്ച ഇനി പ്രീ ബഡ്ജറ്റ് റാലി എന്തെങ്കിലും മാർക്കറ്റിൽ വരുമോ എന്നോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. വന്നാൽ നമുക്ക് രക്ഷപ്പെട്ട് മൂവ്മെൻ്റ് ഉണ്ട്, വന്നില്ലെങ്കിൽ വിട്ടേക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇത് മാത്രമാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ഇടാതെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ ഓഫീസ് ഓഫ്ലൈൻ സെഷനും ലൈവ് ട്രേഡിങ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ ട്രേഡിങ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ടീമിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ വരാം, എന്നെ ബന്ധപ്പെടുക. ഞങ്ങൾക്ക് ഇവിടെ ലൈവ് ട്രേഡിങ്ങിൻ്റെ ഡെസ്ക് തന്നെ ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത്. സോ നമുക്കിവിടെ വരാം, ഒരുമിച്ച് നിന്ന് ട്രേഡ് ചെയ്യാം. നമ്മുടെ മാർക്കറ്റിൻ്റെ ടെൻഷൻസും ഉറക്കവും എല്ലാം ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. വിക്സ് നമ്മൾ പറയുന്ന സമയത്ത് വിക്സ് നോക്കിക്കഴിഞ്ഞാൽ വിക്സ് നിന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കയറിയിട്ട് വിക്സ് നിന്ന് ഇറങ്ങുകയാണ് ചെയ്ത്. ചുരുക്കി പറഞ്ഞാൽ വിക്സ് 17 മുകളിൽ പോയാൽ മാത്രമേ കുറച്ചുകൊണ്ട് ബുള്ളിഷ്നസ് മൂവ്മെൻറ്റ് മാർക്കറ്റിലെ വോൾട്ടൈലിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. വിക്സ് കൂടുന്തോറും അടുത്ത ആഴ്ച വിക്സ് കൂടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു. വിക്സ് കൂടുകയാണെങ്കിൽ വോൾട്ടൈലിറ്റി കൂടാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. സോ ട്രേഡ് കർ സമ്പാൽക്കർ ട്രേഡ് കർ, അതായത് ആലോചിച്ചും കണ്ടും ട്രേഡ് ചെയ്യുക. പൈസ കിട്ടിയെങ്കിലും കുഴപ്പമില്ല, പൈസ കളയാൻ നോക്കാതിരിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യും. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറക്കം തൂങ്ങിയുള്ള വീഡിയോ റിപ്പോർട്ട് കാണുന്നതിന് നന്ദി പറയുന്നു.